ഇന്ന് രാവിലെ ഇപ്പോൾ പത്രിക സമർപ്പിച്ചു. പേരാവൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പൂർണ്ണമായും വിജയപ്രതീക്ഷയുണ്ട്. LDF ഈ മണ്ഡലത്തിൽ വിജയിക്കും. ജനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഞാനിപ്പം മണ്ഡലത്തിന്റെ പല ഭാഗത്തും നിയുക്ത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പോയി. അപ്പോൾ പല ഭാഗത്തു നിന്നുള്ള അഭിപ്രായം പൊതുവായിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ മലയോര ഹൈവേ പോലുള്ള കാര്യങ്ങൾ, അത് ഗവൺമെന്റ് ചെയ്യുന്നതാണ്, പൊതുവായിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതാണ്. അതല്ലാതെ നിയോജക മണ്ഡലത്തിൽ തനതായിട്ട് ഓരോ പ്രദേശത്തുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ പദ്ധതികൾ ഉണ്ടാക്കി ഗവൺമെന്റിൽ സമർപ്പിച്ച് അതിന് അംഗീകാരം നേടി അതിന്റെ പിന്നാലെ നിരവധി തവണ അത് പരിശോധിക്കുകയും പുനഃപരിശോധിക്കുകയും ചെയ്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് തൊട്ടടുത്ത എല്ലാ നിയോജക മണ്ഡലവും, അഴീക്കോടായാലും അതുപോലെ തന്നെ കല്യാശ്ശേരി ആയാലും പയ്യന്നൂരായാലും മട്ടന്നൂരായാലും ഒക്കെ ജനപ്രതിനിധികൾ നേരിട്ട് ഇടപെട്ട് ഓരോ പ്രദേശത്തും കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലാണ്. അവിടെ ഒരു അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണശാല വന്നു, 50 കിടക്കകളുള്ള ആയുർവേദ ആശുപത്രി, ഇന്റഗ്രേറ്റഡ് ആശുപത്രി വന്നു, കൾച്ചറൽ സെന്റർ വന്നു, അതുപോലെ സ്പോർട്സ് അക്കാദമി, 24 കോടി രൂപയുടെ ഒരു സ്പോർട്സ് അക്കാദമി. അത് എല്ലാ മണ്ഡലത്തിലും ഒരേപോലെ ഗവൺമെന്റ് തുടങ്ങുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മളായിട്ട് അത് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് തുടങ്ങുന്നതിന് ഒരു പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കൊട്ടിയൂർ അമ്പലം ഒരുപാട് ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അവിടെ ഗവൺമെന്റ് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലപ്പുറം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന്റെ കൂടെ നിന്ന് ആ അമ്പലത്തിന്റെ വികസനത്തിന്, ഭക്തജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിന് ജനപ്രതിനിധികൾ മുൻകൈ എടുക്കുമ്പോഴാണ് സാധിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇവിടെ നിൽക്കുന്നുണ്ട്. രാഗേഷ് മുൻകൈ എടുത്തുകൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ നേരത്തെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഇവിടെ ഒരു LDF MLA ഉണ്ടായിരിക്കണം. ഞങ്ങളിപ്പോൾ വീണ്ടും ആ മാസ്റ്റർ പ്ലാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ അമ്പല കമ്മിറ്റി ഉണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ അതും ചോദിച്ചു. അതിനകത്ത് കുറെ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ശബരിമലയുടെ എല്ലാം മാസ്റ്റർ പ്ലാൻ പോലെ കൊട്ടിയൂർ അമ്പലത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മൂന്നാമതും LDF ഗവൺമെന്റ് വരും, അതിൽ യാതൊരു സംശയവുമില്ല. ആ ഗവൺമെന്റ് വരുമ്പോൾ ഇവിടെ നിന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു ജനപ്രതിനിധി വിജയിച്ച് വരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ഞങ്ങൾ LDF നേതൃത്വം ഒന്നടക്കം LDF MLA പ്രത്യേക ഉത്തരവാദിത്തത്തിൽ പ്രയത്നിക്കും എന്നാണ് ജനങ്ങളോട് പറയാനുള്ളത്. ഇന്നിപ്പോ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്, പിന്നെ ടീച്ചർ ഓരോ തവണ തോൽക്കുമ്പോഴും ടീച്ചർക്ക് സംഘടനയിൽ പ്രൊമോഷൻ കൊടുക്കുകയാണ്. പാർലമെന്റ് തൊട്ടപ്പോൾ കേന്ദ്ര കമ്മിറ്റിയായി, ഇനിയിപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ എത്തും എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. അതെ, പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ സംഘടനയിൽ, നിയമസഭയിൽ തോറ്റിട്ടും ജയിച്ചിട്ടും ഉണ്ട് എല്ലാവരും, അതിനെ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞങ്ങളാരും സംഘടനാ പ്രവർത്തന മുന്നോട്ട് പോകുന്നത് സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പാർട്ടിയുടെ ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങി ലോക്കലിലും ഏരിയയിലും ജില്ലയിലും എല്ലാം പ്രവർത്തിച്ചിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയത് തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷമല്ല. കേന്ദ്ര കമ്മിറ്റിയിൽ സ്വാഭാവികമായിട്ടും എത്തിച്ചേർന്നതാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ മണ്ഡലമായ പേരാവൂർ പിടിച്ചെടുക്കുന്ന മത്സരമായിരുന്നു. കഴിഞ്ഞ തവണത്തെ കൂത്തുപറമ്പ് മത്സരവും ഞങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നില്ല, എല്ലാവർക്കും അറിയാലോ. KP മോഹൻ MLA അന്ന് UDF ആ സമയത്താണ് ഒരു വലിയ മത്സരം നടത്തിയത്. പഴയ കൂത്തുപറമ്പ് മണ്ഡലമായിരുന്നില്ല, പെരിങ്ങളം മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു അത്. പക്ഷേ നല്ല പോരാട്ടം നടത്തിയിട്ടാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത്. സണ്ണി ജോസഫ് പറയുന്നുണ്ടാവുക ഒരു പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പായിരിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതി നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. അത് കേന്ദ്രത്തിൽ BJP വരരുത് എന്ന ആഗ്രഹത്താൽ ഒരുപക്ഷെ കോൺഗ്രസിന് കുറച്ചധികം സീറ്റ് സ്വരൂപിച്ചാൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ കോൺഗ്രസിനെ വിളിക്കുമെന്നെല്ലാമുള്ള രീതിയിലുള്ള പ്രചരണമാണ് അവർ നടത്തിയത്. പക്ഷേ ഞങ്ങളൊന്ന് പറഞ്ഞിരുന്നു, കോൺഗ്രസിന് എവിടുന്നും കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നും കിട്ടിയില്ല. ഇന്ത്യ മുന്നണിയുടെ സീറ്റാണ് BJPയുടെ സീറ്റുകൾ പിടിച്ചു താഴ്ത്താൻ അവിടെ സഹായകമായത്, അല്ലാതെ കോൺഗ്രസിന്റെ വിജയമല്ല. പക്ഷേ കുറച്ചു പേരെങ്കിലും അങ്ങനെ സംശയിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇടതുപക്ഷത്തിന് കൂടുതലായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടാവുക. എന്നാൽ അസംബ്ലി ഇലക്ഷനിൽ ആ പാറ്റേണേ അല്ല. ഇവിടെ അസംബ്ലിയിൽ മൂന്നാമതും ഇടതുപക്ഷം വരണമെന്ന് ആരെല്ലാം ആഗ്രഹിക്കുന്നു. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. സാമുദായിക നേതാക്കന്മാരടക്കം പറഞ്ഞല്ലോ മൂന്നാമതും ഇടതുപക്ഷം വരണമെന്ന്. ബഹുമാനായിട്ടുള്ള ശ്രീ K സുധാകരൻ അടക്കം വന്നുകൂടായികയില്ല എന്ന് പറയാൻ കാരണം ഇടതുപക്ഷം ഈ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി വീണ്ടും വന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ട് തന്നെയാണ്. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞതിനെ മാത്രം അടിസ്ഥാനാക്കി പറയുകയല്ല, ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് പറയുന്നതെങ്കിൽ അതേ അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ എന്ന് ബഹുമാന്യനായിട്ടുള്ള
വക്കീൽ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയത്തിൽ നിന്നാണോ ഇത്തരം ഒരു പരിഹാസമൊക്കെ ഉണ്ടാവുന്നതെന്നാണ് സംശയിക്കുന്നത്. പരിഹസിക്കുക ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകളാണ്. ഭയമുണ്ടോന്ന് എനിക്കറിയില്ല. അവർക്ക് ഭയമുണ്ടോന്ന് ഞാൻ എങ്ങനെയാണ് പറയുക? ഏ? അതെ, അല്ല, ഞങ്ങൾ അങ്ങോട്ട് പരിഹസിക്കാനേ ഇല്ല. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഒരു അപ്പീലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടിയൂർ പ്രോജക്റ്റ് ഉണ്ടല്ലോ, അത് മാത്രമല്ല, ഇവിടെ കുരിശുമല ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹെറിറ്റേജ് ടൂറിസം. അത് ഏതെല്ലാം വിഭാഗത്തിനാണോ പുരാതനമായിട്ടുള്ള ആരാധനാലയങ്ങളൊക്കെ ഉള്ളത് അതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹെറിറ്റേജ് ടൂറിസമാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ജിമ്മി ജോർജിന്റെ നാടാണിത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ മുമ്പ് ഇവിടെ ഒരു തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി എ ഡി മുസ്തഫ സാറിനെ തോൽപ്പിച്ചിട്ട് പേരാവൂർ MLA ആയിരുന്നു. അത് മറന്നുപോയോന്നറിയില്ല അവര്. ആ സമയത്താണ് അന്നത്തെ പേരാവൂർ മണ്ഡലം ഏറ്റവും കൂടുതൽ വികസനം കണ്ടിട്ടുള്ളത് എന്ന് വളരെ വിനയത്തോടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും ആറളം പാലം, ജബ്ബാർ കടവ് പാലം, ബാരാപ്പോൾ വൈദ്യുത പദ്ധതി, ഇതെല്ലാം അന്ന് വന്നതാ. ഞാൻ എല്ലാം പറയുന്നില്ല. അതിനുശേഷം ഒരു കല്ല് വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയാൻ. അപ്പൊ ഞങ്ങൾ പറയുന്നത് ജിമ്മി ജോർജിന്റെ നാട്ടിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാവണം. ഞാനിത് അനുഭവത്തിലാണ് പറയുന്നത്. മട്ടന്നൂര് അവിടെ 24 കോടി രൂപയുടെ നാഷണൽ സ്പോർട്സ് അക്കാദമി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് ജിമ്മി ജോർജിന്റെ നാട്ടിൽ. അതുണ്ടാക്കും. എല്ലാ തരത്തിലുള്ള സ്പോർട്സ് വിഭാഗങ്ങളുടെയും പരിശീലന കേന്ദ്രവും ദേശീയ മത്സരങ്ങളിലടക്കം നടത്താൻ കഴിയുന്ന വലിയ കേന്ദ്രവുമായിട്ട് അത് മാറണം. അത് പേരാവൂർ അർഹിക്കുന്നുണ്ടത്. പേരാവൂർ സ്പോർട്സ് പ്രേമികളുടെ നാടാണ്, കായിക താരങ്ങളുടെ നാടാണ്. തൊട്ടപ്പുറത്ത് മട്ടന്നൂർ MLA എന്നുള്ള നിലയിൽ 24 കോടി രൂപയുടെ സ്പോർട്സ് കോംപ്ലക്സിന്റെ പ്രോജക്റ്റ് ഉണ്ടാക്കി അംഗീകാരം വാങ്ങി കിഫ്ബിയിൽ നിന്ന് പണം അനുവദിപ്പിച്ച് വർക്ക് തുടങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു സ്വപ്നം മാത്രം പറയുകയല്ല. സ്വപ്നങ്ങൾ ഉണ്ടായാലല്ലേ അത് യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതികളാവൂ. അപ്പൊ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അല്ലാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രഖ്യാപിച്ച് പിന്നൊന്നും ചെയ്യാതിരിക്കാനല്ല. ഇവിടെ ഒരു മെഗാ ടൂറിസം പദ്ധതി ഞാൻ മുമ്പ് പേരാവൂർ MLA ആയപ്പോൾ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം അത് വന്ന് വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ കണ്ടതാണ്. പഴശ്ശി അണക്കെട്ടിന്റെ തീരത്ത് അതിന്റെ 1ാം ഘട്ടം എന്നുള്ള നിലയിൽ അവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയവും കഫറ്റേറിയയും അതുപോലുള്ള കാര്യങ്ങൾ ഉദ്യാനവും ഒക്കെ ഉണ്ടാക്കി. അത് അവിടുന്ന് തുടങ്ങി നമ്മുടെ പൈഞ്ചേരി ഇവിടുത്തെ ഇരിട്ടിക്കടുത്ത് വരെ വ്യാപിപ്പിക്കുന്നതായിരുന്നു ആ പ്രോജക്റ്റ്. ഒരു മെഗാ ടൂറിസം പദ്ധതിയായിരുന്നു. പിന്നീട് ആ പദ്ധതി അനങ്ങിയിട്ടില്ലല്ലോ. 5 വർഷം എൻ്റെ ടൈം കഴിഞ്ഞു. പിന്നീട് പേരാവൂരിന്റെ നിർഭാഗ്യത്തിന് UDF ആണ് അധികാരത്തിൽ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറയാം. പിന്നീട് ആ പദ്ധതി എന്തെങ്കിലും ഒരടി മുന്നോട്ട് പോയോ? ഞങ്ങളതെടുക്കും, ഉറപ്പാണ്. വിജയിപ്പിച്ചാൽ, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ആ മെഗാ ടൂറിസം പദ്ധതി വെളിച്ചം കാണും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ഇപ്പോൾ MLA ആയിരിക്കുന്ന മട്ടന്നൂർ മണ്ഡലത്തിൽ പടിയൂർ കല്യാട് എക്കോ പ്ലാനറ്റ് എന്ന പേരിലൊരു ടൂറിസം പദ്ധതി തുടങ്ങിയല്ലോ. നിങ്ങളെല്ലാം കണ്ണിൽ കാണുന്ന 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. 2ാം ഘട്ടത്തിന്റെ വർക്ക് ഇപ്പോൾ തറക്കല്ലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനം നടത്തണം. നമ്മൾ ജനങ്ങളെ എല്ലാം സംഘടിപ്പിച്ച് കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ വിദഗ്ധരെയെല്ലാം പങ്കെടുപ്പിച്ച് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഗവൺമെന്റിനെ സമീപിച്ച് അതിന് അംഗീകാരം നേടിയെടുക്കുക ശ്രമകരമായൊരു ജോലിയാണ്. വളരെ എളുപ്പത്തിലുള്ള പ്രസ്താവന കൊണ്ട് സാധിക്കുന്നതല്ല. അപ്പൊ പ്രസ്താവനയല്ല, ഞങ്ങൾ മാനിഫെസ്റ്റോവിൽ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി പേരാവൂർ നടപ്പിലാക്കും. ഒരു മാറ്റം പേരാവൂരിലെ ജനങ്ങൾ ഉണ്ടാക്കും. ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തെരഞ്ഞെടുക്കുമെന്ന നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുന്നു, വികസനത്തെ കുറിച്ച് പറയുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ടീച്ചറെ പ്രൊമോഷൻ നൽകി തോൽപ്പിച്ച് പോളിറ്റ് ബ്യൂറോയിലേക്ക് അയക്കുന്നൊക്കെയാണ് പ്രസ്താവന. അത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ. അതിൽ വളരെ വ്യക്തമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പേരാവൂർ മണ്ഡലം ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം. അതിൽ എന്നെ മത്സരിപ്പിക്കുന്നു. അഭിമാനത്തോടെ ഞാൻ ആ മത്സരം ഏറ്റെടുത്തു. ജയിക്കുന്ന മണ്ഡലത്തിൽ മാത്രം പോയി മത്സരിക്കുക അതല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്വം. നന്നായിട്ട് ജനങ്ങളെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പേരാവൂരും ജയിക്കണം. മട്ടന്നൂർ ഞങ്ങൾ ജയിക്കുമല്ലോ ഉറപ്പായിട്ടും. അവിടെ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായിട്ടുള്ള നേതാവ് സഖാവ് സനോജിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇവിടെ ശൈലജ ടീച്ചർ കുറെ തവണ മത്സരിച്ച ആളാണ്. ഇവിടെ എൻ്റെ നാടാണ്, പരിചയമുണ്ട്. അതുകൊണ്ട് ഇത്തവണ പേരാവൂരും ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് വരണം. ഇവിടെ നിങ്ങൾ കണ്ടതല്ലേ, നമ്മുടെ നവകേരള സദസ്സ് മുഖ്യമന്ത്രി വന്നു. എന്താ ചെയ്തത്? എല്ലായിടത്തും ഞങ്ങൾ MLA മാരെല്ലാം നിവേദനം കൊടുത്തു. ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി MLA മാർക്ക് വർക്ക് അനുവദിച്ചത്. ഇവിടെ ഞങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ MLA ബഹിഷ്കരിച്ചു എന്നുള്ളത് കൊണ്ട് ദയവായി പേരാവൂരിനെ മറന്നു പോകരുതെന്ന് പറഞ്ഞു. ഇവിടുത്തെ MLA യുടെ നിവേദനം ഉണ്ടായിരുന്നോ? MLA പങ്കെടുത്തിട്ടില്ലല്ലോ നവകേരള സദസ്സിൽ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ആ വർക്ക് അനുവദിച്ചപ്പോൾ അത് MLA-യുടെ വർക്കാണെന്ന് പറയാൻ വേണമെങ്കിൽ പറയുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ബഹിഷ്കരിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നതല്ലേ. ഇല്ല, MLA-ക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വർക്ക് വന്നാൽ MLA ഇല്ലേ. അങ്ങനെ അവകാശപ്പെടണമെങ്കിൽ ആ നവകേരള സദസ്സ് പങ്കെടുക്കണ്ടേ? അത് ബഹിഷ്കരിക്കുകയല്ലേ ചെയ്തത്. ആ ബഹിഷ്കരണം തുടരണോ? പേരാവൂരിന് കൂടെ നിൽക്കണ്ടേ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനത്തിന്റെ? അതുകൊണ്ട് കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കും. എല്ലാം ഞാനിപ്പോ പറയുന്നില്ല, ഒരുപാട് പദ്ധതികളുണ്ട്. അതുകൊണ്ട് കൂടെ നിന്ന് പേരാവൂരിനെ കൂടി കൈപിടിച്ചുയർത്താൻ പേരാവൂരിലെ നല്ലവരായ നാട്ടുകാർ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് വോട്ട് ചെയ്യും, LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ.